ഇന്നൊരു അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ആണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ റെസിപ്പി. ചിക്കൻ പർദീസ, പേര് പോലെ തന്നെ സാധനം സൂപ്പർ പാരഡൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി നല്ല ചെറുതായിട്ട് കുനുകുന കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം. ഇവിടെ ഒരു ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, അതും തക്കാളി കട്ട് ചെയ്ത പോലെ കുനുകുനാന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഞാനങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഇതൊന്നും ചെയ്യാറില്ല. എപ്പോഴും പെട്ടെന്ന് ചെയ്യാനും ഒക്കെ ഉള്ള ഇതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ആവശ്യം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകെടുക്കുക. ഇത് അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ ഞാനൊരു 3 ഗ്രീൻ ചില്ലീസും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഈസിയും സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഒണിയൻ അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട. എന്നിട്ട് നമുക്കൊരു കടായി എടുക്കാം. അതിൽ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി മല്ലിപ്പൊടി ഒരുപാട് എടുക്കണ്ട, കാരണം നമ്മളിവിടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല, പിന്നെ എന്തെങ്കിലും മാജിക് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ആഡ് ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മന്തിക്കൊക്കെ ഇടുന്നത് അത്. പിന്നെ കുറച്ച് ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ ഇവിടെ ഞാൻ ഓപ്ഷണലായിട്ട് ചേർത്തിരിക്കുന്ന ജിഞ്ചർ പൗഡറാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ചിക്കൻ ക്യൂബ്. പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൂടെ നമ്മുടെ മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല. മല്ലിയില ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ജ്യൂസി പരുവത്തിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ടേസ്റ്റും പെർഫെക്ഷനും കിട്ടത്തുള്ളൂ. കൈയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഗ്ലൗസൊക്കെ വെച്ചിട്ട് മാക്സിമം കൈ കൊണ്ട് വെച്ച് ചെയ്യാൻ നോക്കണേ. എന്നിട്ട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് ക്ലോസ് ചെയ്ത് വേവിക്കാം. ഞാൻ ഇവിടെ വേറെ വെള്ളമൊന്നും വെക്കുന്നില്ല, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇച്ചിരി കുക്കാവുന്ന വരെ വെള്ളം വെച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കണം, അടുക്കി പിടിക്കാനും ചാൻസ് ഒരുപാടുണ്ട്, കാരണം വെള്ളം വെക്കുന്നില്ലല്ലോ. പിന്നെ ഓരോ ചിക്കനിലെ വെള്ളം അനുസരിച്ചിരിക്കും, നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം വെള്ളം വെക്കാണ്ടാണ് വേവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹാർട്ടായാലും മതി കമൻ്റ് ഇടാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഈസിയൊന്നും അല്ല കേട്ടോ ഈ വീഡിയോ എടുക്കണം, അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള സംഭവമാണ്. പിന്നെ എന്നെപ്പോലെ ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് എനിക്കൊരു നല്ലൊരു വലിയ ടാസ്ക് കൂടെയാണ്. സോ അപ്പോൾ എന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വ്യൂസും നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമൻറ്റൊക്കെയാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വന്ന പോലെ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതിൽ നമ്മളിനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കാഷ്യൂ പേസ്റ്റാണ്. ഞാൻ കുറച്ചധികം കാഷ്യൂസ് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മാജിക് റെസിപ്പി എന്ന് പറയാൻ വേണ്ടിയിട്ട്, കാഷ്യൂ പേസ്റ്റാണ് ഇത്.
നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാരഡൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി ആ കേശു പേസ്റ്റൊക്കെ കുറച്ചധികം ഇടണം കേട്ടോ, എന്നാലേ നല്ല ക്രീമി ആയിട്ട് കിട്ടത്തുള്ളൂ. നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.